കാന്തല്ലൂരിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മറയൂരിലെത്തുമ്പോൾ നമുക്കവിടെ നമ്മെ കാത്തിരിക്കുന്നത് മറയൂരിലെ ഡോൾമെയിനുകൾ എന്ന് പറയുന്ന മുനിയറകളാണ്. 5000 വർഷത്തിനും 8000 വർഷത്തിനും ഇടയിൽ ഇവിടെ വസിച്ചിരുന്ന മുനിമാരുടെ ശവകുടീരങ്ങൾ അല്ലെങ്കിൽ ഗോത്രത്തലവന്മാരുടെ ശവകുടീരങ്ങൾ ഓഫ് റോഡ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇരുമ്പ് യുഗത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ലോഹങ്ങൾ ഉപയോഗിക്കാത്ത കാലഘട്ടത്തിൽ മഹാശിലാസ്മാരകമായിട്ട് നമുക്കിവിടെ ഇതിനെ കാണാം. 4 കല്ലുകൾക്കിടയിൽ മുകളിൽ ഒരു വലിയ കല്ലുകൾ വെച്ചുകൊണ്ട് ഉള്ള മുനിയറകൾ. ഒരു കാലത്ത് ആയിരക്കണക്കിന് മുനിയറകൾ ഉണ്ടായിരുന്നിടത്ത് സംരക്ഷിക്കാതെ നശിച്ച് ഇപ്പോൾ വളരെ കുറച്ചെണ്ണം മാത്രമേ അവിടെയുള്ളൂ. അതുപോലും സംരക്ഷിക്കപ്പെടാതെ നശിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. ആ കാണുന്ന വെള്ളച്ചാട്ടം ഇരയിച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഇൻസ്റ്റാ റീലുകളൊക്കെ നമ്മൾ കാണുന്ന ഇരയിച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചകൾ. താഴെയാണ് ആ റോഡൊക്കെ പോകുന്നത്. ഏതായാലും പശ്ചിമഘട്ടത്തിൻ്റെ കരയിലാണ് നമ്മളുള്ളത്. അതിൻ്റെ അപ്പുറം കൊടൈക്കനാലാണ് കാണുന്നതിൻ്റെ. കേരള തമിഴ്നാട് ബൗണ്ടറിയിലാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. കാരണം ചരിത്ര പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും ഈ ചരിത്രത്തിൻ്റെ ചരിത്രാതീത കാലഘട്ടം, ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടം ഇവിടെ വന്ന് കണ്ട് നമുക്ക് കാണാം. ഒരു മഹാശിലാ സ്മാരകങ്ങൾ നമുക്കിവിടെ കാണാം. അതാണ് മറയൂരിലെ ഡോൾമെയിനുകൾ അഥവാ മുനിയറകൾ. ധാരാളം സഞ്ചാരികൾ ഓഫ് റോഡ് വഴി ഇവിടെ എത്തുന്നുണ്ട്. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ചെറിയൊരു റോഡുകൾ കാണാം. എന്തായാലും നല്ല വേനൽക്കാലമാണ്, വരണ്ട് കിടക്കുകയാണ്. മഴക്കാലത്തായിരിക്കും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുക എന്നുള്ളതാണ്. എന്തായാലും മഴക്കാലത്ത് ഒരിക്കൽ കൂടി അവിടെ സന്ദർശിക്കണം എന്നുള്ള ഒരു തീരുമാനിച്ചു. പണ്ടേയുള്ളൊരു ആഗ്രഹമായിരുന്നു മുനിയറ കാണുക എന്നുള്ളത്. നമുക്കിവിടെ മറയൂർ ടൗണിൽ നിന്നും ഒന്നുകിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ജീപ്പ് വിളിച്ച് നമുക്കിവിടെ ഓഫ് റോഡ് സഫാരി വഴി ഇവിടേക്ക് എത്തിച്ചേരാം. കേവലം 1-1.5 കിലോമീറ്റർ നടന്നാൽ തന്നെ ഇവിടത്തേക്ക് എത്താം. അല്ലെങ്കിൽ ഇരയിച്ചിൽപ്പാറയും മറയൂരൊക്കെ കണ്ട് നമുക്ക് മടങ്ങാവുന്നതാണ്.